നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പ് അടുത്തപ്പോൾ നമ്മൾ സ്വോട്ട് അനാലിസിസ് ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 5-6 എപ്പിസോഡുകളൊക്കെ ആയി. പക്ഷേ അതിൽ ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു 20 ടീമുകൾ ഈ വേൾഡ് കപ്പ് കളിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൂടെ നമ്മൾ ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട ടീമുകളുടെ സ്വോട്ട് അനാലിസിസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് പക്ഷേ പല സുഹൃത്തുക്കൾക്കും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതിൽ എതിർപ്പുമായിട്ട് പല കമൻറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ന് കണ്ടൊരു കമൻറ്റ് നിങ്ങൾ പറഞ്ഞതിൽ തിരുത്തുണ്ട്. ഇത് മോശമാണ്. ഈ വേൾഡ് കപ്പിൽ കളിക്കുന്ന എല്ലാ ടീമും നല്ല ടീമാണ്. വെറുതെ വന്നവരല്ലല്ലോ, അവരും യോഗ്യത കളിച്ച് വന്നവരാണ്. പിന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട ടീമുകളെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊരാൾ കലിപ്പിൽ ചോദിക്കുന്നുണ്ട്. മറ്റൊരാൾ നമ്മളിപ്പം ആദ്യത്തെ വീഡിയോ പറഞ്ഞിരുന്നു പാപ്പുവ ന്യൂഗിനിയ, അതുപോലെ തന്നെ നമ്മുടെ നമീബിയ തുടങ്ങിയ ടീമുകളൊക്കെയുണ്ട്. കുറേ ചെറിയ ടീമുകളെന്നാണ് ഉദ്ദേശിച്ചത്. അവരുടെ ഇത് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അതിന് പ്രകോപിതനായ ഒരാൾ നിങ്ങൾ റേസിസ്റ്റാണ് എന്ന് പോലും ആരോപിക്കുന്നത് കണ്ടു. അതുപോലെ നിങ്ങൾ ഇങ്ങനെ വിവേചനം ചെയ്യാൻ പാടില്ല, എല്ലാ ടീമുകളുടെയും സ്വോട്ട് അനാലിസിസ് ചെയ്യണം എന്നൊക്കെ കണ്ടു. അപ്പോൾ ഇതിൽ ആദ്യമേ പറയട്ടെ, ഈ എല്ലാ ടീമുകളുടെയും ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പല ടീമുകളെക്കുറിച്ചും നമുക്ക് അനാലിസിസ് നടത്താൻ ആ ടീമുകളെക്കുറിച്ച് ധാരണ വേണം. ഇപ്പം യുഗാണ്ടയുടെ ടീമിനെ കുറിച്ച് അനാലിസിസ് നടത്തണം എന്ന് പറഞ്ഞാൽ അത് വലിയ പാടാണ്. പാപ്പുവ ന്യൂഗിനിയുടെ ടീമിനെ കുറിച്ച്, USA ടീമിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കുറേ ടീമുകളിലെ ആ ടീമിനെ കുറിച്ച് വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. വായുവിൽ നിന്നെടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വിശദമായ ധാരണ ഉണ്ടാവണം, കൃത്യമായ ധാരണ ഉണ്ടാവണം. എങ്കിലേ ഈ 5 മിനിറ്റോ 4 മിനിറ്റോ ഒക്കെയുള്ള അനാലിസിസ് വീഡിയോസൊക്കെ പറയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വായുവിൽ നിന്ന് പടച്ചു വിടണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു സന്നാഹ മത്സരത്തിൽ സഞ്ജുവിൻ്റെ വെടിക്കെട്ട് ഇത് കണ്ട് ഞെട്ടി, ഒന്ന് മയത്തിലടിക്കടേ എന്ന് ഷാക്കിബ് പറയുന്നതൊക്കെ. സന്നാഹ മത്സരം നടന്നിട്ടേ ഇല്ല. ഇന്ത്യയുടെ ബംഗ്ലാദേശുമായിട്ടുള്ള സന്നാഹ മത്സരം വരുന്നത് എന്നാ, അത് 1-ാം തീയതിയാണ്. അപ്പോൾ ഇങ്ങനെ വായുവിൽ നിന്ന് അടിച്ചു വിടുന്നുണ്ട്. അത് നമുക്ക് യാതൊരു മാർഗവുമില്ല അങ്ങനെ പറയാൻ. അപ്പോൾ ഇതുകൊണ്ട് ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ടെന്നേ. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ എല്ലാ ടീമുകളും ഒരുപോലെ, ഇപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞ പോലെ എല്ലാവരും നല്ല ടീമുകളാണ് എന്ന് പറഞ്ഞാൽ അല്ലെന്നേ. എല്ലാവരും നല്ല ടീമുകളാണെന്ന് എങ്ങനെ നിങ്ങൾ പറയും? ഇപ്പോൾ യുഗാണ്ടയുടെയും USA അതുപോലെ തന്നെ നേപ്പാളിൻ്റെയും ഒക്കെ ടീം, നമ്മുടെ ഇംഗ്ലണ്ട്, ഇന്ത്യ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക നിലവാരത്തിലുള്ള ടീമുകളാണെന്ന് ഇപ്പം ഈ കമൻ്റ് ഇട്ടയാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയല്ല കാര്യങ്ങൾ. ഇത് 20 ടീമുകളെ ഉൾപ്പെടുത്തി ICC ഒരു ലോകകപ്പ് എന്ന രൂപത്തിലേക്ക് ഇത് മാറ്റാൻ വേണ്ടി നന്നായിട്ട് പാടുപെടുന്നുണ്ട്. ICC എന്ന് പറയുന്നുണ്ട് എല്ലാ ടീമുകളും ഒരുപോലെയല്ല. ICCയിലെ മെമ്പർഷിപ്പ് നിങ്ങൾക്കറിയില്ലേ? അതിൽ ഫുൾ മെമ്പർഷിപ്പും ഉണ്ട്, അസോസിയേറ്റ് മെമ്പർഷിപ്പും ഉണ്ട്. ICC തന്നെ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 12 ടീമുകൾക്കേ ഫുൾ മെമ്പർഷിപ്പ് ഉള്ളൂ. ICCയിലാകെ 108 ടീമുകളുള്ളതിൽ 12 ടീമുകൾക്കേ ഫുൾ മെമ്പർഷിപ്പ് ഉള്ളൂ. ബാക്കി 96 ടീമുകൾക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 12 ടീമുകളുടെ ടെസ്റ്റ് കളിക്കാൻ യോഗ്യരുള്ളൂ. ബാക്കി ടീമുകൾ അസോസിയേറ്റ് മെമ്പേഴ്സാണ്. അപ്പോൾ അസോസിയേറ്റ് മെമ്പേഴ്സിലെ ടീമുകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അറിയാത്ത കാര്യങ്ങൾ പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ നമുക്ക് 12 ഫുൾ മെമ്പർഷിപ്പ് ആരൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, ഇന്ത്യ, അയർലൻഡ്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ. അതിപ്പോൾ സിംബാബ്വെ വേൾഡ് കപ്പിനില്ല, ശരിയാണ്. അപ്പം ഈ ടീമുകൾ പ്രധാനപ്പെട്ട ടീമുകൾ എന്ന് പറയും. അതാണ് അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. പ്രധാനപ്പെട്ട ടീമുകളുടെ ഇതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് ഇതേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അസോസിയേറ്റ് ടീമുകൾ ഇഷ്ടം പോലെയുണ്ട്, 96 ടീമുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് തന്നെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ 20 മെമ്പർഷിപ്പുകളുണ്ട്. അവിടെ 2 ടീമുകൾക്ക് മാത്രമേ ഈ പറയുന്ന പോലെ ഫുൾ മെമ്പർഷിപ്പ് ഉള്ളൂ. അത് സിംബാബ്വേക്കും സൗത്ത് ആഫ്രിക്കക്കുമാണ്. അപ്പോൾ അമേരിക്കാസിൽ നിന്ന് 17 മെമ്പർമാരുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ ICCയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഏഷ്യൻ ടീമുകൾ 24 എണ്ണമുണ്ട്. ഈ പറയുന്ന അഫ്ഗാനും ബംഗ്ലാദേശും ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും മാത്രമല്ലേ ടെസ്റ്റ് കളിക്കുന്നുള്ളൂ. അവരാണ് ഫുൾ മെമ്പർഷിപ്പ് ഉള്ളൂ. ദെൻ ഈസ്റ്റ് ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് 11 ടീമുകളുണ്ട്. യൂറോപ്പിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് മാത്രമാണ് ടെസ്റ്റ് കളിക്കുന്നത്, ഇംഗ്ലണ്ടും അയർലൻഡും. പിന്നെ നെതർലൻഡ്സിനെ നമ്മൾ കാണാണ്ട് ഒരു ടെസ്റ്റ് കളിക്കുന്നില്ലെങ്കിലും. അപ്പോൾ അവിടെ നിന്ന് എത്ര ടീമുണ്ടെന്ന് അറിയാമോ? ടോട്ടൽ 33 ടീമുകളുണ്ട് അവിടെ. അപ്പം ഫുൾ മെമ്പർ എന്ന് പറയുന്നത് വ്യത്യാസമാണ് എന്ന് മനസ്സിലാക്കുക. കാര്യങ്ങൾ വ്യത്യസ്തവുമാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിത് പറഞ്ഞുള്ളൂ.
അല്ലാതെ ഇതിൻ്റെ പേരിലൊരു റേസിസ്റ്റ് ആരോപണമൊക്കെ തമാശയായിട്ടാണ് തോന്നുന്നത്. ഈ എല്ലാ ടീമുകളും ഒരുപോലെയല്ല എന്ന് ICC തന്നെ മെമ്പർഷിപ്പിൽ വ്യത്യാസം വെച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ടീമുകൾ എന്ന് പറഞ്ഞത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതൊരു തെറ്റായ പ്രയോഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ടെന്നേ. നമുക്ക് കഴിയാവുന്ന പോലെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അനലൈസ് ചെയ്യാം, അല്ലാത്തത് കഴിയാത്തത് നമുക്ക് വിടാം. അപ്പോൾ യുഗാണ്ടയുടെ ടീമും പാപ്പുവ ന്യൂഗിനിയുടെ ടീമും ഒക്കെ അനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കഴിയാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. IPL-നും കഴിഞ്ഞ വേൾഡ് കപ്പിനും അതിൻ്റെ മുമ്പ് ഏഷ്യ കപ്പിനും ഒക്കെ നിങ്ങൾ പിന്തുണ പോലെ ഈ T20 വേൾഡ് കപ്പിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.